നമുക്കെല്ലാവർക്കും ഒന്ന് ഇരിക്കാം. ഒരു നാടിൻ്റെ ആത്മീയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പുണ്യ നിമിഷങ്ങൾക്ക് സാക്ഷികളാകാനാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെ സങ്കേതമാണ് ദേവാലയം. ഒരു ജനതയുടെയും നാടിൻ്റെയും ശക്തി ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ. ദൈവം കൂടാരമടിച്ച് മനുഷ്യരോടൊത്ത് വസിക്കുന്നു. ആശ്വാസത്തിന് കുളിർമയേകാൻ, ആത്മീയ ഉണർവ് നൽകാൻ, വചനത്തിന് ശക്തി പകരാൻ, അനുരഞ്ജനത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സൗഖ്യം പകരാൻ, വിശ്വാസ കൂട്ടായ്മയിലേക്ക് മാമുദീസ നൽകാൻ, മുറിക്കപ്പെട്ട ദിവ്യ കാരുണ്യ കൂട്ടായ്മ രൂപപ്പെടുത്താൻ ദേവാലയം നിമിത്തമാകുന്നു. എമ്മാവസിലേക്ക് പോയി ശിഷ്യരോട് ചേർന്ന് ഈ നാടും ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. മാനേനുബീസ്കും ദോമിനെ ലോർഡ് സ്റ്റേ വിത്ത് us. നാഥ കൂടെ വസിക്കണമേ. അമ്മയെ ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ഇവിടെയും അത് സാധ്യമാക്കി. ലൂർദിൽ അത്ഭുതങ്ങളുടെ വിരുന്നൊരുക്കി ലക്ഷക്കണക്കിന് മനുഷ്യരെ വിശ്വാസത്തിലേക്ക് വഴി നടത്തുന്ന അമ്മ സൗഖ്യയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമേകുന്ന ഈ ദേവാലയത്തിന്റെ നിർമ്മാണവും ഇടവക കൂട്ടായ്മയുടെ പൂർണ്ണതയും സാധ്യമാക്കി. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് അമ്മയോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം. അമ്മ ആശ്വാസന്റെ സാന്നിധ്യം, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കുന്നവൾ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൾ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവൾ, കുരിശിന്റെ വഴിയിൽ ഒപ്പം നടക്കുന്നവൾ, ഈ നാടിൻ്റെ അമ്മ, നമ്മുടെ കുടുംബങ്ങളുടെ സന്തോഷം, നാനാജാതി മതസ്ഥർക്ക് മധ്യസ്ഥയായി പരിലസിക്കുന്നവൾ, ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ സന്തോഷത്തോടെ തിരുക്കുമാരന് മുൻപിൽ സമർപ്പിച്ച് സംരക്ഷണം വാങ്ങിത്തരുന്നവൾ, ഇടവകയുടെ മധ്യസ്ഥ. നമുക്ക് സ്നേഹപൂർവ്വം കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി, ഇവിടെ വന്നണഞ്ഞവർക്ക് വേണ്ടി, ഈ ആലയം സാധ്യമാക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടി, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ കാർമ്മികരായി എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, ഈ തിരുക്കർമ്മങ്ങൾ അനുഗ്രഹദായകമാകാൻ വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ. നമുക്ക് അമ്മയെ സ്തുതിച്ചുകൊണ്ട് നാലുവരി പാട്ടുപാടി അമ്മയുടെ മാധ്യസ്ഥം ആദ്യമായി ഈ ദേവാലയത്തിൽ നമുക്ക് യാചിക്കാം. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ചിരകാല സ്വപ്നമായിരിക്കുന്ന ഈ ദേവാലയ ആശീർവാദ കർമ്മത്തിലേക്ക് കടന്നുവരിക്കുന്ന അഭിനന്ദ പിതാവ് പോളി കണ്ണൂക്കാടൻ പിതാവിനെയും മാർ ജെയിംസ് പഴയറ്റ് പിതാവിനെയും വികാരി ജനന്മാരെയും മറ്റച്ഛന്മാരെയും ഇടവക ജനത്തെയും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒറ്റവാക്കിൽ ഇന്നത്തെ ഈ തിരുകർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീപം തെളിക്കുന്ന കർമ്മമാണ്. ദേവാലയത്തിനകത്തെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദീപം തെളിക്കുന്നു. ഈ ദേവാലയത്തിൽ ഇവിടേക്ക് കടന്നു വരുന്നവരിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ നാട്ടിലും ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.
ഇന്ന് തിരിതെളിക്കുന്നത് അഭിമന്യ പിതാക്കന്മാരും വികാരി ജനറാളച്ചന്മാർ രണ്ടുപേരും. വികാരി തോമസ് പുതുശ്ശേരിയച്ചൻ, ഫൊറോന വികാരി റെവറൻ ഫാദർ ആന്റണി മുക്കാട്ട്, CMC കോൺവെന്റിന്റെ പ്രതിനിധി കൺവീനർ വർഗീസ് പുല്ലോക്കാരൻ, നടത്തുകൈക്കാരൻ ജോയ് ചാമവളപ്പിൽ, കാറ്റീസം ഹെഡ് മാസ്റ്റർ ജോർജ് മാഞ്ഞൂരൻ, യുവജന പ്രതിനിധി അരുൺ വാച്ചാക്കുളം. നമുക്കും വെളിച്ചത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മത്തിൽ പങ്കുചേരാൻ തിരിതെളിക്കാനുള്ളവർ അൾത്താരയിലേക്ക് വരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് തിരിതെളിക്കാനുള്ളവര് അൾത്താരയിലേക്ക് കടന്നു വരണം.